ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അറബി സാഹിത്യം എന്ന് കേൾക്കുമ്പോൾ ലോകമെമ്പാടും പലരുടെയും മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പേരുകളിലൊന്ന് അങ്ങനെ ഒരാളുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കെയ്റോയിലെ പഴയൊരു തെരുവിൽ അൽ ജമാലിയയിൽ ജനിച്ച് സാഹിത്യത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായ നോബൽ സമ്മാനം വരെ എത്തിയ നജീബ് മഹ്ഫൂസ്. അദ്ദേഹത്തിന്റെ ആ ഒരു അവിശ്വസനീയമായ യാത്ര നമുക്ക് ഒരുമിച്ചൊന്ന് പോയി നോക്കാം. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ജനതയുടെ തന്നെ ശബ്ദമായി മാറിയത്? നമുക്ക് കണ്ടെത്താം. അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമുണ്ട്, അമീർ റിവായ അൽ അറബിയ, അതായത് അറബി നോവലിന്റെ രാജകുമാരൻ. ആ ഒരൊറ്റ പേര് തന്നെ മതിയല്ലേ അറബ് സാഹിത്യ ലോകത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം വെറുമൊരു എഴുത്തുകാരൻ എന്നതിലുപരി ഒരു സാഹിത്യശാഖയെ തന്നെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരാളായിരുന്നു. അപ്പോ മഹ്ഫൂസിന്റെ ഈ ലോകം ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും വ്യക്തിത്വവും, പിന്നെ സാഹിത്യത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ, തുടർന്ന് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയ ആ മാസ്റ്റർപീസുകൾ, കിട്ടിയ പുരസ്കാരങ്ങളും ഒപ്പം നേരിട്ട വിവാദങ്ങളും, അവസാനം അദ്ദേഹത്തിന്റെ മായാത്ത പൈതൃകവും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഭാഗം, വളർച്ചയും വ്യക്തിത്വവും. ഏതൊരു വലിയ കഥയ്ക്കും ഒരു തുടക്കം വേണമല്ലോ. അപ്പൊ നജീബ് മഹ്ഫൂസിന്റെ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ കാര്യങ്ങൾ? നോക്കാം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നോക്കൂ. നജീബ് മഹ്ഫൂസ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് അൽ ബാഷ. അദ്ദേഹം ജനിച്ചത് 1911 ഡിസംബർ 11 കൈറോയിലെ അൽ ജമാലിയ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജമാലിയയുടെ തെരുവുകളും അവിടുത്തെ ജീവിതവുമൊക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ശരിക്കും ജീവനുള്ള കഥാപാത്രങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോ അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് വ്യാപാരിയായി. അങ്ങനെ ഒരു ശാന്തമായ തുടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്. ഇനി ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഈ പേരെങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജനനത്തിന് മേൽനോട്ടം വഹിച്ച ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, നജീബ് പഷ മഹ്ഫൂസ്. അദ്ദേഹത്തിന്റെ പേരാണ് ഇദ്ദേഹത്തിന് നൽകിയത്. ഇതൊരു ചെറിയൊരു കാര്യമാണെങ്കിലും സാഹിത്യത്തിലെ ഈ വലിയ മനുഷ്യനെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാൻ ഇത് സഹായിക്കുമല്ലേ. അങ്ങനെ ആ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് മഹ്ഫൂസ് തന്റെ യഥാർത്ഥ ലോകം കണ്ടെത്തി തുടങ്ങി. അത് അക്ഷരങ്ങളുടെ ലോകമായിരുന്നു. തത്വചിന്തയിൽ ബിരുദം നേടിയ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അറബി സാഹിത്യത്തിലെ ഒരു അതികായനായി മാറിയത്? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, സാഹിത്യത്തിലെ തുടക്കം. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കൂ. 1932 അദ്ദേഹം പുരാതന ഈജിപ്തിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം വിവർത്തനം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സ്വന്തം നാടിന്റെ ചരിത്രത്തിൽ എത്രത്തോളം താൽപ്പര്യമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പിന്നെ ഒരു 6 വർഷം കഴിഞ്ഞ് ഹംസ് അൽ ജുനൂൻ എന്ന പേരിൽ ആദ്യത്തെ ചെറുകഥാ സമാഹാരം വന്നു. അതിന്റെ തൊട്ടടുത്ത വർഷം 1939 അബത് അൽ അഹ്ദാർ എന്ന ആദ്യത്തെ നോവലിലൂടെ അദ്ദേഹം നോവലിന്റെ ലോകത്തേക്ക് കാലെടുത്തുവെച്ചു. ഓരോന്നും ഓരോ പടവുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, അതിന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസുകൾ. സാഹിത്യ ചരിത്രത്തില് അദ്ദേഹത്തിന്റെ പേര് മായാതെ എഴുതിച്ചേർത്ത കൃതികൾ. ആദ്യം നമുക്ക് കുറച്ചു കാലം പിന്നോട്ടു പോകാം. മഹ്ഫൂസ് തന്റെ എഴുത്തു തുടങ്ങിയത് ഈജിപ്തിലെ ഫറവോമാരുടെ കഥകൾ പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ നോവൽ ത്രയം അഥവാ ഹിസ്റ്റോറിക്കൽ ട്രയോളജി പുരാതന ഈജിപ്തിന്റെ ആ പ്രൗഢിയിലേക്കും രഹസ്യങ്ങളിലേക്കും തുറക്കുന്ന ഒരു വാതിലാണ്. ഈ ട്രയോളജിയില് 3 പുസ്തകങ്ങളാണുള്ളത്: അബത് അൽ അഹ്ദാർ, റാദുബീസ്, പിന്നെ കിഫാത്ത് ത്വീബ. ഈ നോവലുകളിലൂടെ അദ്ദേഹം വെറുതെ ചരിത്രം പറയുകയായിരുന്നില്ല, മറിച്ച് അധികാരവും വിധിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ കഥകൾ കൂടിയാണ് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ വർക്ക് എന്ന് തന്നെ പറയാവുന്ന കൃതിയിലേക്ക് വരാം, കൈറോ ട്രയോളജി.
അറബിയിലെ അൽ സുലാസിയ അൽ കാഹിരിയ. ഇത് ആധുനിക അറബി സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന്. അപ്പോൾ ഈ ട്രൈലോജി ശരിക്കും കെയ്റോയുടെ ഹൃദയത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ്. ബൈനൽ ഖസ്രൈൻ, ഖസ്രുഷോക്ക്, പിന്നെ അസ്സുക്കരിയ. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ നോവലുകൾക്ക് കൊടുത്ത പേരുകളല്ല, ഇതൊക്കെ കെയ്റോയിലെ യഥാർത്ഥ സ്ഥലങ്ങളുടെ, തെരുവുകളുടെ പേരുകളാണ്. അപ്പോൾ ആ തെരുവുകളിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ, അവരുടെ 3 തലമുറകളുടെ കഥ പറഞ്ഞുകൊണ്ട് മഹ്ഫൂസ് അന്നത്തെ ഈജിപ്തിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ മാറ്റങ്ങളും നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഏതൊരു വലിയ കലാകാരന്റെയും ജീവിതം പോലെ അവിടെ ഉയർച്ചകളും ഉണ്ടാകും, ചിലപ്പോൾ താഴ്ചകളും. ഈ ഭാഗത്ത് മഹ്ഫൂസിന് ലഭിച്ച വലിയ അംഗീകാരങ്ങളെക്കുറിച്ചും ഒപ്പം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിവാദത്തെക്കുറിച്ചും നമ്മൾ നോക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കഴിവ് വളരെ നേരത്തെ തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. കിഫാഹ് തൂയിബ, ഖാൻ അൽ ഖലീലി തുടങ്ങിയ കൃതികൾക്കൊക്കെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കിട്ടി. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1957 ബൈനൽ ഖസ്രൈനിന് ലഭിച്ച സ്റ്റേറ്റ് പ്രൈസ്. അത് കെയ്റോ ട്രൈലോജിയുടെ വിജയത്തിനോട് വലിയ അംഗീകാരം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു വർഷം ഇത് പ്രത്യേകം ഓർക്കണം. 1988 നജീബ് മെഹ്ഫൂസ് ചരിത്രം കുറിച്ച വർഷം. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ അറബ് എഴുത്തുകാരനായി അദ്ദേഹം മാറി. അത് അദ്ദേഹത്തിനു മാത്രമല്ല, അറബ് സാഹിത്യത്തിനു മുഴുവൻ കിട്ടിയൊരു വലിയ അംഗീകാരമായിരുന്നു. ഇവിടെയാണ് മഹ്ഫൂസിന്റെ ജീവിതത്തിലെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. ഒരു സൈഡിൽ 1988 ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ നോബൽ പ്രൈസ്. എന്നാൽ മറുഭാഗത്ത് സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ ഔലാദു ഹാറത്തിന എന്ന നോവൽ ഉണ്ടാക്കിയ വലിയ വിവാദം. അൽ അസഹറിന്റെ എതിർപ്പിനെ തുടർന്ന് ഈജിപ്തിൽ ആ പുസ്തകം നിരോധിക്കുക വരെ ചെയ്തു. അപ്പോൾ ഒരേ സമയം ലോകം അദ്ദേഹത്തെ ആഘോഷിക്കുന്നു, സ്വന്തം നാട്ടിലെ ചിലർ അദ്ദേഹത്തെ എതിർക്കുന്നു. ഈ ഒരു സംഘർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക്, അദ്ദേഹത്തിന്റെ അനശ്വരമായ പൈതൃകം. നീണ്ട സ്വാധീനം ചെലുത്തിയ ഒരു ജീവിതത്തിനു ശേഷം അദ്ദേഹം എന്താണ് നമുക്കായി ബാക്കിവെച്ചത്? 2006 ഓഗസ്റ്റ് 30 തന്റെ 94-ാം വയസ്സിൽ നജീബ് മഹ്ഫൂസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശാരീരികമായ യാത്ര അവിടെ അവസാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയുള്ള യാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് മഹ്ഫൂസ് പറഞ്ഞ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഒരു ആത്മകഥ എഴുതാൻ കഴിയുന്നയാൾ ദിവസവും ഡയറി എഴുതുന്ന ഒരാളായിരിക്കണം. ഞാൻ അങ്ങനെ ഒരാളല്ല. എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം സ്വയം ഒഴിഞ്ഞു മാറുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തെക്കുറിച്ചുള്ള സത്യം നമ്മൾ തിരയേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതക്കുറിപ്പുകളിലല്ല, മറിച്ച് അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങളിലും അവരുടെ ലോകങ്ങളിലുമാണ്. അപ്പോ ഈ ചോദ്യം നമുക്ക് മുന്നിൽ ബാക്കിയാണ്. യഥാർത്ഥ നജീബ് മഹ്ഫൂസിനെ നമ്മൾ എവിടെയാണ് കണ്ടെത്തുക? ഒരുപക്ഷേ ഉത്തരം വളരെ ലളിതമായിരിക്കാം. അദ്ദേഹം നമ്മളെ എവിടേക്ക് നോക്കാനാണോ പഠിപ്പിച്ചത് അവിടെ തന്നെ. അദ്ദേഹത്തിന്റെ നോവലുകളുടെ താളുകൾക്കിടയിൽ, കെയ്റോയിലെ ആ പഴയ തെരുവുകളിൽ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ഹൃദയമിടിപ്പുകളിൽ. അദ്ദേഹത്തെ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തുന്നത് അദ്ദേഹത്തെ മാത്രമല്ല, നമ്മളെ തന്നെയായിരിക്കാം. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.